ശൈത്യേ, would you marry me? ശൈത്യ ബിഗ് ബോസിനകത്ത് റീ എൻട്രി കയറിയതിന്റെ രണ്ടാമത്തെ ദിവസം നമ്മുടെ സാവുമാനും ശൈത്യം തമ്മിൽ അവിടെ ഒരു ക്യാമറ സ്പേസിന് വേണ്ടി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രപ്പോസ് ചെയ്യുന്നതായിട്ട് സാവുമാൻ ശൈത്യയെ പ്രപ്പോസ് ചെയ്യുന്നതായിട്ട് ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടെ നമ്മുടെ ആദിലയുണ്ട്, ബിന്നിയുണ്ട്, ആദില തന്നെ നൂറയുണ്ട്, ബിന്നിയുണ്ട്, ആരുണ്ട്, നമ്മുടെ പിന്നെ പ്രവീണും ഉണ്ട്. അപ്പം സംഭവം എന്ന് വെച്ചാൽ ക്യാമറ സ്പേസിന് വേണ്ടിയാണ്. ഈ പുള്ളിക്കാരത്തി അതിന്റെ തലേ ദിവസം അവിടെ ഇരുന്ന് അനുമോളോട് പറഞ്ഞ ഒരു വാചകമുണ്ട്: നീ ക്യാമറ സ്പേസിന് വേണ്ടി പ്രവീണിനെ ലവറാക്കി കൊണ്ടു നടന്നില്ലേ, അതേപോലെ തന്നെ ആര്യന്റെ പിന്നാലെ നടന്നിട്ട് പ്രണയമെന്നും പറഞ്ഞ് നീ ക്യാമറ സ്പേസിന് വേണ്ടി നടന്നില്ലേ എന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ അനീഷേട്ടൻ എന്ന് പറയുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ നീ ചതിച്ചില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അനീഷേട്ടനോട് പ്രണയം നടിച്ചതും അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്ട് കാണിപ്പിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറി ഇടം നേടി നീ ക്യാമറ സ്പേസിന് വേണ്ടിയല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷേട്ടനോട് ഒരു റെസ്പെക്ട് ഉണ്ടായി, അതുപോലെ ഇല്ലാതാക്കിയത് നീയല്ലോ എന്നൊക്കെ ആരും പറയുന്നുണ്ട്. ശൈത്യ അവിടെ പറയുന്നുണ്ട്. ഇതേ ശൈത്യയാണ് പിറ്റേ ദിവസം സാവുമാനുമായിട്ട് ഇങ്ങനെ ഒരു ആക്ടിങ് അവിടെ നടത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ക്യാമറ സ്പേസിന് വേണ്ടി എന്തും നടത്താം. അപ്പൊ നിങ്ങൾ സിനിമയിലും സീരിയലൊക്കെ അഭിനയിക്കുന്നവർക്ക് അറിയാം, ക്യാമറ സ്പേസിന് വേണ്ടി ഇങ്ങനെ ഒരു സീൻ ചെയ്തു കഴിഞ്ഞാൽ ക്യാമറ അത് ക്യാച്ച് ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെയല്ലേ അനുമോളും ചെയ്തത് തന്നെ. അനീഷേട്ടനോട് പ്രണയം കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു കണ്ടന്റായിട്ട് പുറത്തോട്ട് പോകുന്ന രീതിക്ക് വേണ്ടിയാണ് അനുമോൾ അങ്ങനെയൊക്കെ കാണിച്ചത്. ആര്യനോടാണെങ്കിലും അതുപോലെ തന്നെ പ്രവീണിന്റെ അടുക്കാണെങ്കിലും ഒരു കോംബോ കൊണ്ടുപോയത് ഇതിനു വേണ്ടിയാണ്. അപ്പൊ ശൈത്യക്ക് എന്തു ആവാം, ശൈത്യക്ക് വന്ന് ക്യാമറ സ്പേസിന് ഇങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷെ അനുമോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലേ? നല്ല നിയമം.